നമസ്കാരം കൂട്ടുകാരി. ഈ കൊറോണ കാലത്ത് നമുക്ക് ചിത്രകല പഠിക്കേണ്ടതുണ്ട്. കൊറോണ കാലത്ത് 1-ാം ക്ലാസ്സിലും 2-ാം ക്ലാസ്സിലും 3-ാം ക്ലാസ്സിലും ഒക്കെ എല്ലാ അധ്യാപകരും ഓൺലൈൻ ക്ലാസ്സുകൾ ആരംഭിച്ചിട്ടുണ്ടെന്നും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് ഇല്ലേ? ചിത്രകലയെക്കുറിച്ച് ആരെങ്കിലും നിങ്ങൾക്കൊരു ക്ലാസ് എടുത്തു തന്നിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ നമുക്ക് ചിത്രകല പഠിക്കണം. കലകളിൽ ഏറ്റവും നല്ല കലയാണ് ചിത്രകല. ചിത്രകല പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ജീവിതത്തിൽ നല്ല കോൺസെൻട്രേഷൻ, കോൺഫിഡൻസ് ആയിട്ട് നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റും. നിറങ്ങളെ കുറിച്ചൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ലേ? ആ നിറങ്ങൾക്ക് എന്ത് ഭംഗിയുണ്ട് ഇല്ലേ? അതുപോലെ ചിത്രങ്ങൾ വരയ്ക്കാൻ പഠിക്കണം. പാട്ടുകള്, കഥകള്, നൃത്തം എല്ലാം ഞാൻ പഠിപ്പിച്ചുതരാം. ഈ അവധിക്കാലത്ത് നമുക്ക് കൊറോണയെ തുരുത്തി ഓടിക്കണം. ആദ്യം ഇതിന് ഒരു HB പെൻസിലാണ് ആവശ്യം. ഞാനിവിടെ പെൻസിൽ എടുത്തിട്ടില്ല, എനിക്ക് പുറത്തേക്ക് പോകാൻ പറ്റിയിട്ടില്ല. അപ്പം ഞാനൊരു പെന്നാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾ HB പെൻസിൽ അമ്മയോടോ അച്ഛനോടോ പറഞ്ഞിട്ട് വാങ്ങിക്കുക. അതല്ലെങ്കിൽ നിങ്ങളുടെ എല്ലാവരുടെയും കയ്യിൽ പെൻസിലും പെന്നും ഒക്കെ ഉണ്ടാവും എന്ന് എനിക്കറിയാം. LKG കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഞാൻ ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മൾ ഇന്ന് പഠിക്കാൻ പോണത് ഒന്നാമത് ലൈൻ ഡ്രോയിങ്, അത് കഴിഞ്ഞിട്ട് സർക്കിൾ ഡ്രോയിങ്, മൂന്നാമത് കർവ് ഡ്രോയിങ്. ഇത് മൂന്നും പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ ചിത്രങ്ങളും വളരെ മനോഹരമായിട്ട് വരയ്ക്കാൻ പഠിക്കാൻ പറ്റും. നമുക്ക് വരയ്ക്കാം. അപ്പോൾ ചിത്രം വരയ്ക്കണമെങ്കിൽ ആദ്യമായിട്ട് വരകൾ പഠിക്കണം. പറഞ്ഞല്ലോ, സ്ട്രെയിറ്റ് ലൈൻ പഠിക്കാം. 2, 3 നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്ര നീളത്തിൽ നിങ്ങളുടെ പെൻസിൽ കൊണ്ട് വരയ്ക്കുക. എണ്ണാം പൊത്തി പോരാമോ, എന്നോടിഷ്ടം കൂടാമോ, നിന്നെ കൂടാതില്ലല്ലോ. അടുത്തത് സർക്കിൾ ഡ്രോയിങ് ആണ്. ആദ്യമായിട്ട് നിങ്ങൾ പെൻസിൽ എടുത്തിട്ട് സാവധാനം കൈ വിടാതെ, പെൻസിൽ എടുക്കാൻ പാടില്ല, ഒരു വട്ടം വരയ്ക്കുന്നു. വീണ്ടും നിങ്ങൾ ആ പേപ്പറിൽ വട്ടം വരയ്ക്കുന്നു. ആ വട്ടം വൃത്തിയാവണമെന്നൊന്നുമില്ല, നിങ്ങൾക്കാവുന്ന മാതിരി ലോ ആയിട്ട് വരച്ചാൽ മതി. ഇത് കഴിഞ്ഞാൽ അത് പഠിച്ചു കഴിഞ്ഞാൽ അത് ഒരു 10 20 എണ്ണോ വരയ്ക്കുക. അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യണം? ഈ വട്ടത്തിനെ ഒന്ന് ഡെവലപ്പ് ചെയ്യണം. ഇങ്ങനെതാ, കൈ എടുക്കാൻ പാടില്ല, മറ്റുള്ള വരയ്ക്ക് തൊടാൻ പാടില്ല. ഇങ്ങനെ ദാ, കണ്ടില്ലേ? വളരെ മനോഹരമായി, തൊടാൻ പാടില്ല. ഇങ്ങനെ വരച്ച് പഠിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നല്ല കോൺസെൻട്രേഷനോട് കൂടിയിട്ട് ചിത്രം വരയ്ക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ കണ്ണൊക്കെ പൊത്തിയിട്ട് ഇങ്ങനെ വരയ്ക്കാൻ പറ്റും കേട്ടോ. ദാ, കണ്ടില്ലേ? എത്രത്തോളം കൈയെടുക്കാതെ വരയ്ക്കാൻ പറ്റുമോ അത് നോക്കുക. ഇങ്ങനെ ഒന്ന് ശ്രമിച്ചു നോക്കൂ. നമുക്കൊരു കൊച്ചു പാട്ട് പഠിക്കാം. ഒരു ലില്ലിപ്പൂവിന്റെ പാട്ടാണ് പാടുന്നത്. ലില്ലിപ്പൂവിൻ കല്യാണത്തിന് മുല്ലക്കാടൊരു പന്തലിട്ടു, തെച്ചിമലരു വിതാനിച്ചു, പിച്ചകപ്പൂവും കൂട്ടുനിന്നു. ലില്ലിപ്പൂവിൻ കല്യാണത്തിന് മുല്ലക്കാടൊരു പന്തലിട്ടു, തെച്ചിമലരു വിതാനിച്ചു, പിച്ചകപ്പൂവും കൂട്ടുനിന്നു. ലില്ലിപ്പൂവിൻ. ഇങ്ങനെ വെറുതെ ഇങ്ങനെ വരയ്ക്കാം. കുറച്ച് ഭംഗിയാക്കി നോക്കിയാൽ ഇങ്ങനെ ആക്കി. പിന്നെ ഇത് കൈ വിടാതെ ഇങ്ങനെ വരയ്ക്കുക. പിന്നെ ഇങ്ങനെ വരയ്ക്കുക. കണ്ടില്ലേ? കൈ പേപ്പറിനും എടുക്കാൻ പാടില്ല. അപ്പോൾ ഇങ്ങനെ വരച്ച് കഴിഞ്ഞാൽ നമുക്ക് പിന്നീട് ബേഡ്സിനൊക്കെ വരയ്ക്കാൻ പറ്റും. കാണണോ എങ്ങനെയാണ് ബേഡ്സിന് ഇത് വരയ്ക്കുന്നത്? നിങ്ങൾക്ക് അത്ഭുതം തോന്നൂല്ലേ? ഇതാ, ഇങ്ങനൊരു വട്ടം വരച്ചു കൊടുത്തു. അപ്പോൾ ആദ്യം വട്ടം പഠിച്ചില്ലേ, അപ്പോൾ ഒരു കൊക്കും വരച്ചു കൊടുക്കാം. പിന്നെ ഇതോ ഇങ്ങനെ ആയാലൊരു ഇതുമായി. മനസ്സിലായില്ലേ? ഇതാ, കണ്ടില്ലേ? ഇങ്ങനെയാണ് വരച്ചു കൊടുത്താൽ പക്ഷികളായി. എത്ര ഈസി ആയിട്ട്. ഇപ്പോൾ പക്ഷീനെ വരയ്ക്കാൻ ഒരു ലെറ്റർ കൊണ്ട് ആയി. പഠിച്ചില്ലേ? ഇപ്പോൾ നമ്മൾ പക്ഷീനെ വരയ്ക്കാൻ പഠിച്ചു. ഇങ്ങനെ എല്ലാം വരയ്ക്കാൻ പറ്റുന്ന. സി കൊണ്ട്
നമ്മൾ ബേഡ്സിനെ വരയ്ക്കാൻ പഠിച്ചു, പക്ഷിക്കുട്ടികളെ. എത്ര പക്ഷീനെ വരയ്ക്കാൻ പറ്റും? ഇതൊക്കെ നിങ്ങൾ കളർ ചെയ്യുക, അമ്മയും അച്ഛനൊക്കെ കാണിച്ചു കൊടുക്കുക. അപ്പം നല്ല ഭംഗിയുണ്ടാവും. ഇതിപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി എനിക്ക് ഇത്രയേ സൗകര്യമുള്ളൂ ഇവിടെ, അതുകൊണ്ട് അങ്ങനെ വരച്ചത്. നമ്മൾ ഇന്ന് 3 കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞു. ലൈൻ ഡ്രോയിങ്, സർക്കിൾ ഡ്രോയിങ്, കർവ് ഡ്രോയിങ്. നമ്മൾ ലെറ്റർ ഉപയോഗിച്ചിട്ട് നമ്മൾ പക്ഷീനെ വരയ്ക്കാൻ പഠിച്ചു. ഇനിയിപ്പം നമ്മൾ ആദ്യം റൗണ്ട് വരച്ചില്ലേ, വട്ടം. ആ വട്ടം വരച്ചതിൽ നിന്ന് നമ്മൾ എന്തൊക്കെ ചെയ്യും? നമുക്ക് ധാരാളം പൂക്കൾ ഉണ്ടാക്കാൻ പറ്റും, കുറേ സാധനങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. അതൊക്കെ നമുക്ക് സാവധാനം വരാം. അപ്പം വട്ടത്തിൽ നമ്മൾക്ക് എങ്ങനെ പൂവ് വരയ്ക്കാൻ പറ്റും നോക്കാലോ. ഇങ്ങനെ വട്ടം വരച്ചു. നേരത്തെ എല്ലാവരും പഠിച്ചില്ലേ എങ്ങനെ വട്ടം വരയ്ക്കാൻ? ഇതാ എത്ര എളുപ്പം. കൈയെടുക്കാൻ പാടില്ല. നിങ്ങൾ ആ വൃത്തി ഉണ്ടോ എന്നുള്ളതൊന്നും നോക്കണ്ട. നിങ്ങൾ കൊച്ചു കുട്ടികളല്ലേ. അപ്പോൾ ഇതിനെങ്ങനെയൊക്കെ വരച്ച് ആ വട്ടം വരച്ചില്ലേ, ആ പഠിച്ചതിൽ നിന്നും നമുക്ക് എടുക്കാൻ പറ്റും അങ്ങനെ. പിന്നെ ആ ഒരു ഇലയൊക്കെ വരച്ചു കൊടുത്ത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കളർ ചെയ്യുക. എന്നിട്ട് കളറുള്ള വയ്ക്കുക. അതൊക്കെ നമുക്ക് പിന്നീട് പഠിക്കാം. ഒരു മുട്ട, ഇതാ അതും വട്ടം തന്നെയാണ്, കണ്ടില്ലേ? ഇങ്ങനെ വരയ്ക്കാം പെട്ടെന്ന്. ഇതാ കണ്ടില്ലേ? ഇങ്ങനെ വരച്ചാൽ മതി. അമ്മയോട് പറയാ, അച്ഛനോട് പറയാ, ഞാൻ വട്ടം വരച്ചു, പഠിച്ചു എന്നൊക്കെ പറയാം. വരകൾ ആദ്യം സ്ട്രെയിറ്റ് ലൈൻ വരച്ചില്ലേ, ആ വര പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലുള്ള ഒരു കൊച്ചു വീട് നമുക്ക് വരയ്ക്കാൻ പറ്റും. അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ അതിനും വലിയ ഭംഗിയൊന്നും നോക്കേണ്ട ആവശ്യമില്ല. കണ്ടില്ലേ? ഇങ്ങനെ വരച്ചു. ഇതാ ഇത് നോക്കിയിട്ട് വരയ്ക്കേണ്ട. ഇങ്ങനെ വരച്ചു, ഇങ്ങനെ വരച്ചു, കണ്ടില്ലേ? അതിനൊരു വാതിൽ വേണം. വളരെ പെട്ടെന്നാണ് വരയ്ക്കുന്നത്. നമ്മൾ കടലാസ് യൂസ് ചെയ്യുന്ന സമയത്ത് വളരെ കുറച്ച് മാത്രമേ സ്പേസ് ഉപയോഗിക്കാൻ പാടുള്ളൂ. എത്രയെങ്കിലും ഒന്നും സ്ഥലം കളയാൻ പാടില്ല. എവിടെയൊക്കെ സ്പേസ് ഉണ്ടോ അവിടെയൊക്കെ ചിത്രങ്ങൾ വരയ്ക്കണം. അപ്പോൾ നമുക്ക് ഈ പേപ്പർ മരത്തിൽ നിന്നാണ് കിട്ടുന്നത്. അപ്പം നമുക്ക് പേപ്പറൊന്നും അധികം കളയാൻ പാടില്ല. നിങ്ങളിതിന് വീടിന് സ്റ്റെപ്പൊക്കെ ഉണ്ടാക്കി കൊടുത്ത് കളറൊക്കെ ചെയ്ത്, ഇത് ഇപ്പോൾ കളറൊന്നുമില്ല, കളറിങ്ങൊക്കെ നമുക്ക് സാവധാനം പഠിക്കാം. ഒരു കൊച്ചു വീട്. ഈ വീട് ഭംഗിയില്ലേ? ഇതുപോലൊക്കെ നോക്കിയിട്ട് വരയ്ക്കുക. വീട്ടിൽ നിന്ന് കളർ ചെയ്യുക. കളർ ചെയ്ത് കഴിഞ്ഞാൽ ഇതിനും വളരെ മനോഹരമായിരിക്കും. ഇതുപോലെ കുറേ വരയ്ക്കാൻ പറ്റും നമുക്ക്. പാട്ടുകളും കുഞ്ഞു കുഞ്ഞു പാട്ടുകളും കഥകളും ഡാൻസും എല്ലാം നമുക്ക് ഈ ക്ലാസ്സുകളിലൂടെ നമുക്ക് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും, നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റും. ഒരു പാട്ടും കൂടി നമുക്ക് പഠിക്കാം. ഒരു വാഴയില കണ്ടിട്ടുണ്ടോ? വാഴ നമ്മളൊക്കെ വീട്ടിൻ്റെ മുറ്റത്ത് ധാരാളം ഉണ്ടാവും വാഴ. ആ വാഴയെക്കുറിച്ച് ഒരു കൊച്ചു പാട്ടാണ് ഞാൻ പാടാൻ പോകുന്നത്. വാഴച്ചെടിയെ വാഴച്ചെടിയെ വാടിപ്പോകരുതേ, വളവും നൽകാം വെള്ളവും നൽകാം, വാടിപ്പോകരുതേ. വീട്ടിലൊരുക്കും സദ്യയൊരുക്കാൻ ഇല നൽകിയിടണമേ. വാഴച്ചെടിയെ വാഴച്ചെടിയെ വാടിപ്പോകരുതേ. കുഞ്ഞു പാട്ട് നിങ്ങൾക്കൊക്കെ എളുപ്പം പഠിക്കാൻ പറ്റില്ലേ? നമ്മൾ ചിത്രം വരയ്ക്കാനും പഠിച്ചു, 2 കുഞ്ഞു പാട്ടുകൾ പഠിക്കാനും പാടാനും ഒക്കെ പഠിച്ചു. ഇനിയുള്ള ദിവസങ്ങൾ നിങ്ങൾ വീട്ടിൽ അച്ഛനമ്മമാരോടൊപ്പം വളരെ സന്തോഷത്തോടെ കഴിയുക. നമുക്ക് വീണ്ടും കാണാം.